സോ ഹായ് ഓൾ, വൺസ് അഗൈൻ സോ ഹാപ്പി ടു സീ യു. കമൻറ്റ് കണ്ടായിരുന്നു, ഒരുപാട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആൻസർ കറക്റ്റ് തന്നെയാണ്, നിങ്ങൾ എഴുതിയ 15 തന്നെയാണ് ആൻസർ, ശരിയായ ഉത്തരം. സോ ഇനി നമ്മൾ വെൻ ഡയഗ്രാമിൽ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കി കിടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ പാർട്ട് 2 എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. സോ ആ ക്വസ്റ്റ്യൻസും കൂടെ ഏതാണെന്ന് നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ഹോസ്റ്റലിൽ 60% പേർ ചായ കുടിക്കുന്നവരും 50% പേർ കാപ്പി കുടിക്കുന്നവരും 15% പേര് ചായയും കാപ്പിയും കുടിക്കാത്തവരാണ്. സോ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്നുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ചായയും കാപ്പിയും കുടിക്കുന്നവരുടെ എണ്ണമാണ് തന്നിട്ടുണ്ടായിരുന്നത്. സോ ആ കേസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെൻ ഡയഗ്രാം വരക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ടോട്ടൽ വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ ടോട്ടൽ ആളുകളാണെന്ന് വിചാരിക്കാൻ പറഞ്ഞു. അതിൽ ഇത് ചായ കുടിക്കുന്നവർ, ഇത് കാപ്പി കുടിക്കുന്നവർ, കോഫി, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ആദ്യം നിങ്ങളത് പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരിക്കലും ചായ കുടിക്കുന്നവർ 60% നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യരുതെന്നാണ് പറഞ്ഞത് അല്ലേ. എന്നാൽ ഞാൻ ഫസ്റ്റ് മാർക്ക് ചെയ്യാൻ പറഞ്ഞത് ഈ സെൻറ്ററിൽ മാർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. സോ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഈ സെൻറ്ററിലുള്ള ആൾക്കാർ ശരിക്കും ആരാ? 15 ഇവിടെ ഉള്ള ആൾക്കാർ ചായയും കാപ്പിയും കുടിക്കുന്നവരാണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടില്ല, ചായയും കാപ്പിയും കുടിക്കുന്നവരെ തന്നിട്ടില്ല അല്ലേ. സോ ഇത്തരം ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്, ആ ഒരു ഭാഗം ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോ. സോ എല്ലാവരും നോക്കൂ. സോ ഇവിടെ തന്നിട്ടുള്ളത്, ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇക്വേഷൻ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. കോമൺ ഈസ് ഈക്വൽ ടു സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് ഡി മൈനസ് 100 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഡയറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. സോ 60 പ്ലസ് 50 അല്ലേ, 60 പ്ലസ് 50 പ്ലസ് 15 മൈനസ് 100 എന്നുള്ള ഈക്വേഷൻ. സോ 60 പ്ലസ് 50 110, 110 പ്ലസ് 15 125, 125 മൈനസ് 100 ഈസ് ഈക്വൽ ടു 25. ആൻസർ 25% ആൻസർ. സോ ഇതാണ് ഇക്വേഷനിൽ ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് ഇക്വേഷൻ ഓർത്ത് വെക്കാൻ പാടാണ് സാറേ, ഏറ്റവും നല്ല ഒരു കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത് ഈ ഇടയിലുള്ളത് ആദ്യം മാർക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഗ്യാപ്പിലുള്ള എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. ഇവരാരാണ്? ചായയും കാപ്പിയും കുടിക്കുന്നവരാണ്. അതാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഫസ്റ്റ് ഇത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട സെക്കൻഡ് ഓപ്ഷന് പുറത്തുള്ളത് മാർക്ക് ചെയ്യണമെന്നാണ്. സോ ഫസ്റ്റ് തന്നെ ഇത് മാർക്ക് ചെയ്യുക. ഇവരെ പ്രത്യേകത ചായയും കാപ്പിയും കുടിക്കാത്തവരാണ് പുറത്തുള്ളത്. അത് എത്രയാണ് നമുക്ക് നൽകിയിട്ടുണ്ട്? 15%. സോ ഇത് 15% കിട്ടിയിട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് ചായ മാത്രം കുടിക്കുന്നവർ, കാപ്പി മാത്രം കുടിക്കുന്നവർ, ഇത് രണ്ടും കുടിക്കുന്നവർ പ്ലസ് ഈ 15% കൂടെ കൂട്ടുമ്പോൾ 100% വരും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 100%. സോ ഇതന്നെ എത്ര ഉണ്ട് ഇപ്പോൾ? 15% ഉണ്ട്, 15. സോ ഇത് 100ലേക്ക് ആക്കാൻ ബാക്കി എത്ര വേണം? 85% വേണം. സോ ആ 85ഉം ഈ 15ഉം കൂട്ടിയാലാണ് 100. ഓക്കെ, ഇനി ഇതിൽ തന്നിരിക്കുന്ന ചായ കുടിക്കുന്നവർ എത്രയാണെന്നുള്ളത് 60%, കാപ്പി കുടിക്കുന്നവർ 50% തന്നിട്ടുള്ളത്. അപ്പോൾ ആ 60ഉം 50ഉം കൂട്ടുമ്പോൾ എത്രയായി? ആ 60ഉം 50ഉം കൂട്ടുന്ന സമയത്ത് 110 ഇൻസ്റ്റെഡ് ഓഫ് 85 കിട്ടേണ്ടടുത്താണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? 110 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 110 നിന്ന് കിട്ടേണ്ടിയിരുന്ന 85 മൈനസ് ചെയ്യും. സോ 110 85 മൈനസ് ചെയ്ത് എത്ര വരിക? 25. ആ 25% ഇവിടെ വരിക. സോ നിങ്ങളുടെ ആൻസറായി. ഇതാണ് നിങ്ങളുടെ ആൻസർ വരുന്നത്. പക്ഷേ ഇതിൽ കൺസെപ്റ്റ് ക്ലാരിറ്റി വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ കൺസെപ്റ്റ് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ പറയുകയാണ്. സോ അപ്പോൾ എങ്ങനെ വരും എന്ന് വെച്ചാൽ, അപ്പോൾ ചായ മാത്രം കുടിക്കുന്നവർ എത്ര ആയിരിക്കും? ചായ മാത്രം കുടിക്കുന്നവർ മൊത്തം 60 ആണ്, അതിൽ 25 ഇവിടെ ഉണ്ട്. സോ 60ൽ നിന്ന് 25 പോയ ബാക്കി 35. സോ 35% നിങ്ങൾക്ക് ചായ മാത്രം കുടിക്കുന്നവർ കിട്ടും. ഇനി കാപ്പി കുടിക്കുന്നവർ 50% അതിലിവിടെ 25% ഉണ്ട്. സോ 50ൽ നിന്ന് 25% പോയി കഴിഞ്ഞാൽ ബാക്കി 25% വരും. ഇപ്പോൾ നിങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ 100 വരുന്നില്ലേ നോക്ക്, നമ്മുടെ കൺസെപ്റ്റ് കറക്റ്റാണ് നടത്തും. സോ കൂട്ടി നോക്കൂ, 25 25 50, 50 35 85, 85 ഈ 15 ചേർത്താൽ 100. ക്ലിയറാണെന്ന് വിചാരിക്കുന്നു. സോ കൺസെപ്റ്റ് എനിക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഇക്വേഷൻ ഉപയോഗിക്കുന്നതിൽ ഞാൻ എന്തല്ല വിരോധിയല്ല. ഓക്കെ, സാധാരണ ഇക്വേഷൻ ഉപയോഗിക്കുന്നതിന് ഞാൻ വിരോധിയാണ്, എനിക്ക് കാണാതെ പഠിക്കുന്നത് ഇഷ്ടമില്ല. പക്ഷേ ഇതിൽ കൺസെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കൺസെപ്റ്റേ പഠിക്കാൻ ബുദ്ധിമുട്ടില്ല എങ്കിൽ നിങ്ങളത് പഠിക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെയിം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ആൻസറിലേക്ക് വന്നോ, വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസറിലേക്ക് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനതന്നെയല്ലേ ചെയ്യണമെന്ന് ഉറപ്പ് വരുത്തുക. സോ ക്വസ്റ്റ്യൻ വായിച്ചുകൊള്ള. ഒരു പരീക്ഷയിൽ 40% വിദ്യാർത്ഥികൾ ഇംഗ്ലീഷിൽ, 53% പേര് ഗണിതത്തിൽ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നിട്ട് 2 വിഷയങ്ങളിലും 22% വിജയിച്ചാൽ 2 വിഷയങ്ങളിലും തോറ്റവരുടെ ശതമാനമാണ് ചോദിച്ചിട്ടുള്ളത്. സോ പരാജയപ്പെട്ടവരുടെ എണ്ണമാണ് തന്നിട്ടുള്ളത് അല്ലേ. സോ മൊത്തം
മൊത്തം പരീക്ഷ പങ്കെടുത്ത ആളുകൾ അതിൽ ഇംഗ്ലീഷിൽ പാസ്സായവർ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പരാജയപ്പെട്ടവർ ഗണിതത്തിൽ. സോ ഇംഗ്ലീഷ്, മാത്സ്. ഓക്കെ, രണ്ടിലും തോറ്റവർ. എന്നിട്ട് രണ്ടിലും തോറ്റവരുടെ കണക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. രണ്ടിലും വിജയിച്ചവരുടെ കണക്കാണ് 22 എന്നുള്ളത്. എന്നുവെച്ചാൽ രണ്ടിലും വിജയിച്ചവർ എന്ന് പറഞ്ഞാൽ ഇതിൽ തോറ്റവർ, രണ്ടിലും തോറ്റവർ, മാത്സിൽ തോറ്റവർ, രണ്ടിലും തോക്കാത്തവർ എന്ന് വെച്ചാൽ വിജയിച്ചവരാണ് 22 തന്നിട്ടുള്ളത്. സോ 22 തന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ കൺസെപ്റ്റ് പ്രകാരം 100ന്ന് 22 പോയാൽ ബാക്കി 78 ഇത് കൂട്ടുമ്പോൾ കിട്ടേണ്ടത്. 40ഉം 53ഉം കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 93 കിട്ടുന്നുണ്ട്. സോ 93ഉം 78ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 15ആണ്. സോ 15% എന്നാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക അതിന് ആൻസർ കിട്ടുക. 15% ഓപ്ഷൻ ഡി നിങ്ങളുടെ ആൻസർ ആയിട്ട് വരും. സോ ഇവിടെ ഇക്വേഷൻ നല്ലത് a+b+d -100 എന്നാണ് നമ്മൾ കോമൺ സി കാണാൻ നമ്മൾ ഇക്വേഷൻ പറഞ്ഞത്. സോ നമുക്ക് വരാം 53 + 40 + 22 -100 എന്നാണ് പറഞ്ഞ ഇക്വേഷൻ. സോ 53 22 കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 75. 75ഉം 40ഉം 115. 115 - 100 എന്ന് പറയുന്നത് നിങ്ങൾ ആൻസർ എത്ര കിട്ടും? 15. സോ 15% നിങ്ങൾ ആൻസർ ആയിരിക്കും. ഓക്കെ, എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. സോ ഈ ക്വസ്റ്റിനും കൂടെ നമുക്കൊന്ന് ഒരുമിച്ച് ചെയ്യാം. അടുത്ത ക്വസ്റ്റിന് നോക്കാം നമുക്ക്. സോ ഇതുപോലെ നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കൂ. ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ലേ നോക്കൂ. സോ ഇൻ എ വില്ലേജ് 15% ഓഫ് പീപ്പിൾ ഹാവ് കാർ, 30% ടു വീലേഴ്സ് ആൻഡ് 35% ഹാസ് നെയ്തർ കാർ നോർ ടു വീലർ. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ 35% ആളുകളടുത്ത് എന്തില്ല? 2 കാറും അവർക്കില്ല, ടു വീലറും ഇല്ല. എങ്കിൽ രണ്ടും ഉള്ളവർ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ എഗെയിൻ സെയിം ഡയഗ്രമാണ് വരിക. ആ വില്ലേജിലുള്ള മൊത്തം ആളുകൾ, അതിൽ കാർ ഉപയോഗിക്കുന്നവർ, ടു വീലർ ഉപയോഗിക്കുന്നവർ. സോ കാറ്, ടു വീലർ. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഉള്ളിലുള്ള പെർസെൻറ്റേജ് തന്നിട്ടുണ്ടോ? ഇല്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. പുറത്തുള്ള പെർസെൻറ്റേജ് നിങ്ങൾക്ക് എത്ര തന്നിട്ടുണ്ട്? 35% തന്നിട്ടുണ്ട്. 35% പുറത്താണെന്നുണ്ടെങ്കിൽ ഇത് 3ഉം കൂട്ടുമ്പോൾ നമുക്ക് 65% ആണ് വരേണ്ടത്. 65 100ന്ന് 35 പോയാൽ 65% വരണം. പക്ഷേ ഈ 50ഉം 30ഉം നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 80 കിട്ടുന്നുണ്ട്. സോ 65 കിട്ടേണ്ടതാണ് 80 കിട്ടിയത്. സോ എക്സ്ട്രാ വന്നത് 15ആണ്. സോ ആ 15% ഇവിടെ എന്നാണ് പറഞ്ഞത്. സോ ആൻസർ 15%. ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ഇക്വേഷൻ നിങ്ങൾ തന്നെ സ്വയം ഉപയോഗിച്ച് നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.